ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വൈജ അലീനയ്ക്ക് അതിൽ വേറൊരു വേലക്കാരിയെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അതെ ചേച്ചി, നിങ്ങളുടെ കയ്യിലെ മെഷീൻ ഗണ്ണും മലപ്പുറം കത്തിയും ഒലക്കയുടെ മൂടൊക്കെ ഉണ്ടോന്ന്. അന്നേരം ഇവരാകെ അന്തം വിട്ടു പോട്ടോ, ഈ കുട്ടി എന്താ ചോദിക്കണേ എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് കൃഷ്ണമോളാണെങ്കിൽ പതുക്കെ വൈജയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, അതൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോന്ന്. അന്നേരം നമ്മുടെ ബാലേന്ദ്രന് ഒരു ചിരിയാണേ. ശേഷം കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ ഭാഗമാണ്. അലീനയോട് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഒന്ന് കോർക്കുന്നുണ്ട്. മറ്റൊന്നല്ല, ബാലേന്ദ്രന്റെ കാര്യം എന്തോന്ന് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അലീന. അന്നേരം നമ്മുടെ സ്റ്റാൻലിക്ക് പിടിക്കുന്ന ദേഷ്യം, നിർത്തിക്കോ, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു അവിടുത്തെ കാര്യമൊന്നും ഇവിടെ പറയരുതെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, ഞാൻ അവിടെ നിന്നാ വന്നത്, എന്നെ വേണ്ടെങ്കിൽ അവിടേക്ക് തന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെയാണ് പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സങ്ങ് പെടയുവാണ്. എന്നിട്ട് നേരെ വന്നിട്ട് വെള്ളടിയാണ് കേട്ടോ. എന്നിട്ട് അപ്പച്ചനോട് പറയും, അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ തർക്കിക്കുന്നത്, ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, പോട്ടേടാ മോനെ, അവൾ അങ്ങനെ പറഞ്ഞത് നിന്നെ വേദനിപ്പിക്കാനൊന്നല്ലാന്ന്. അന്നേരം സ്റ്റാൻലി പറയും, അതെ, പലതും പറയുമ്പോൾ പലർക്കും കുത്തുകയും കൊള്ളുകയും ഒക്കെ ചെയ്യുന്നു. അത് നമ്മുടെ ഔതക്കുട്ടിയെ പറ്റി തന്നെയാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞത്.